ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാഡ് മാക്സ് സിനിമയിലെ അഞ്ചാമത്തെ സിനിമയായ ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗയാണ്. ആനിയ ടൈലർ ജോയ്, ക്രിസ് ഹെംസ്വർത്ത് എന്നിവർ പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ ബാക്കി 4 മാഡ് മാക്സ് സിനിമകളും ഡയറക്ട് ചെയ്ത ജോർജ് മില്ലർ തന്നെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. 2015 ഇറങ്ങിയ മാഡ് മാക്സ് ഫ്യൂരി റോഡിന്റെ ഒരു പ്രീക്വലാണ് ഈ സിനിമ. ചാർലിസ് തെറോൺ അഭിനയിച്ച ഫ്യൂരിയോസ എന്ന ക്യാരക്ടറായി ഇവിടെ വരുന്നത് ആനിയ ടൈലർ ജോയ് ആണ്. വില്ലൻ കഥാപാത്രമായ ഡിമെന്റസിന്റെ വേഷത്തിൽ വരുന്നത് ക്രിസ് ഹെംസ്വർത്ത് ആണ്. കഥയുടെ സെറ്റിംഗ് അല്ലാതെ ബാക്കി ഒന്നും ആദ്യത്തെ 3 മാഡ് മാക്സ് സിനിമകളായിട്ട് ബന്ധമൊന്നുമില്ല. മെൽ ഗിബ്സൺ അഭിനയിച്ച പഴയ 3 മാഡ് മാക്സ് സിനിമകൾ ഉണ്ടെങ്കിലും ഫ്യൂരിയോസയെ ചെറുപ്പത്തിൽ താൻ വളർന്ന ഗ്രീൻ പ്ലേസ് എന്ന സ്ഥലത്ത് നിന്ന് ഡിമെന്റസ് എന്ന ബൈക്കർ ഗാങ്ങിന്റെ ലീഡർ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അവൾ വളർന്നതിന് ശേഷം തിരിച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നതും പിന്നീട് തന്റെ മണ്ണിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും തിരിച്ചെത്താൻ ശ്രമിക്കുന്നതുമാണ് കഥ. അവളുടെ ആ ശ്രമങ്ങൾക്കിടയിൽ എങ്ങനെ ഇമ്മോർട്ടൻ ജോ എന്ന വാർലോർഡിന്റെ ലെഫ്റ്റനന്റായി എന്നുവരെ കാണിക്കുന്നുണ്ട്. ഫ്യൂരി റോഡ് കാണാതെ ഈ ഗ്രീൻ പ്ലേസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇമ്മോർട്ടൻ ജോ ആരാണെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളെ പറ്റിയോ വലിയ ഐഡിയ നമുക്ക് കിട്ടില്ല. സോ ഈ ഫിലിം കാണുന്നതിന് മുമ്പ് അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഒരു സ്ലോ സ്റ്റാർട്ടാണ് സിനിമയ്ക്ക്. ഫ്യൂരിയോസയെ തട്ടിക്കൊണ്ടു പോകുന്നത് മുതൽ ഡിമെന്റസിന്റെ ഗ്യാങ്ങിൽ ചേരുന്നത് വരെയുള്ള ഇവന്റ്സ് അല്പം സ്ലോ ആണ്. പിന്നീട് ഇമ്മോർട്ടൻ ജോയും ഡിമെന്റസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ തുടങ്ങുമ്പോഴാണ് ശരിക്കും പടം ആ പേസിംഗിൽ എത്തുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു രക്ഷയില്ല, ഭയങ്കര ആക്ഷൻ ബേസ്ഡ് ആണ്. ആക്ഷൻ സീനിൽ ഈ തിയേറ്റർ കുലുങ്ങുന്ന ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പോഴാണ്. ഈ സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ക്രിസ് ഹെംസ്വർത്തിന്റെ പെർഫോമൻസ് ആയിരുന്നു. കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. എസ്പെഷ്യലി ക്ലൈമാക്സിലെ പെർഫോമൻസ് ഒക്കെ അല്പം കോമഡി ചേർന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ ട്രാജിക് ആയിട്ടൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും പുള്ളി അങ്ങനെ ആയതിലും അങ്ങനെ ബിഹേവ് ചെയ്യുന്നതിലും. ടൈറ്റിൽ റോളിൽ വരുന്ന ആനിയ ടൈലർ ജോയ് പക്ഷേ സിനിമയിൽ 1 മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത്. മാത്രമല്ല വളരെ കുറച്ച് ലൈൻസ് മാത്രമേ പുള്ളിക്കാരിക്ക് ഡയലോഗായിട്ട് പറയാനുള്ളൂ. ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സീനിൽ എന്നാലും സ്കോർ ചെയ്തത് ഹെംസ്വർത്ത് തന്നെയായിരുന്നു. ഫ്ലാഷ് ബാക്കിൽ അതായത് ആദ്യത്തെ 1 മണിക്കൂറിൽ ആ യങ് ഫ്യൂരിയോസായിട്ട് വരുന്ന കുട്ടിയുടെ പെർഫോമൻസും നല്ലതായിരുന്നു. ഈ ഫിലിമിലെ വേൾഡ് ബിൽഡിംഗ് ഇതുവരെ വന്ന എല്ലാ മാഡ് മാക്സ് സിനിമകളിലും ഏറ്റവും വലുതാണെന്ന് പറയേണ്ടി വരും. ഒരുപാട് പുതിയ ലൊക്കേഷൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു മാഡ് മാക്സ് സിനിമയിലും കാണാത്ത രീതിയിൽ അവരത് എക്സ്പാൻഡ് ചെയ്തിട്ടുമുണ്ട്. അതും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമ എന്തായാലും ഫ്യൂരി റോഡുമായിട്ടൊരു കമ്പാരിസൺ വരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഫ്യൂരി റോഡാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാവുന്ന ഒരു ആക്ഷൻ സിനിമ. അതുപോലൊരു ആക്ഷൻ സിനിമ അതിന് മുൻപും അതിന് ശേഷവും വന്നിട്ടില്ല. ഇവിടെ ആക്ഷൻ ഫ്യൂരി റോഡിന് അത്ര വന്നിട്ടില്ല. അതിന് 1-2 റീസൺസും ഉണ്ട്. ഫ്യൂരി റോഡിൽ അവര് പടത്തിന്റെ 90% ആക്ഷൻ സീനുകളും പ്രാക്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്ത സീക്വൻസുകളാണ്. വളരെ കുറച്ച് VFX യൂസ് ചെയ്തതുകൊണ്ടാണ് അത്രയും ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്ത ആക്ഷൻ സിനിമകളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ VFX യൂസ് ചെയ്ത ഒരുപാട് ആക്ഷൻ സീനുകളുണ്ടായിരുന്നു. ഈ ഫിലിമിന്റെ ട്രെയിലറിനോടൊപ്പം വന്ന പല ക്ലിപ്പുകളും യൂട്യൂബിൽ നമ്മൾ നോക്കിയാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത VFX പോലെ നമുക്ക് തോന്നും. പക്ഷേ തിയേറ്ററിൽ അങ്ങനെയല്ല, നന്നായിട്ട് വർക്കൗട്ടായി ആ സീൻസ് എല്ലാം. ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീൻ ഹൈവേയിൽ ഇവരുടെ ഓയിൽ റിഗുമായിട്ടുള്ള ഒരു ചേസ് സീനാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിമിലെ ഏറ്റവും ലെങ്ത് ഉള്ള ആക്ഷൻ സീനും അത് തന്നെയായിരിക്കും. പിന്നെ ലാസ്റ്റ് വരുന്ന ആക്ഷൻ സീനും നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. സോ പടത്തിലെ ആക്ഷൻ സീൻസ് ഫ്യൂറി റോഡിനേക്കാൾ ചെറുതാണ്, കാരണം അത് മാഡ് മാക്സ് സിനിമയാണ്, ഇത് അതിന്റെ സ്പിൻ ഓഫും. VFXന്റെ ഓവർ യൂസ് അല്പം ബോറായിട്ട് തോന്നി പലയിടത്തും. സോ നിങ്ങൾ പ്രിന്റ് എടുത്ത് കണ്ടാൽ അത്ര എഫക്റ്റീവായിട്ട് തോന്നില്ല. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ അല്പം കൂടുതലായിട്ട് തോന്നി. സോ ആദ്യത്തെ 1 മണിക്കൂർ കുറച്ചുകൂടെ ടൈറ്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പടത്തിൽ കുറച്ച് ലൂപ്പ് ഹോൾസും പിന്നെ ലോജിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് തോന്നി. പക്ഷെ ഇത് മാഡ് മാക്സ് സിനിമയാണ്, ആക്ഷന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഫ്യൂറി റോഡിന്റെ അത്ര ഇല്ലെങ്കിലും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ആക്ഷൻ പാക്ട് സിനിമ തന്നെയാണ് ഫ്യൂരിയോസ. ക്രിസ് ഹെംസ്വർത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസും പിന്നെ ആക്ഷൻ സീൻസും വിഷ്വൽസും കൊണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. സോ ഏറ്റവും ബെസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ 80-ാം വയസ്സിലും ജോർജ് മില്ലർ മാഡ് മാക്സ് സിനിമകൾ എടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂറി റോഡിന്റെ സീക്വലായ മാഡ് മാക്സ് വേസ്റ്റ്ലാൻഡും പുള്ളിക്ക് അതുപോലെ എടുക്കാൻ കഴിയട്ടെ നമുക്ക് വിശ്വസിക്കാം. സോ ഇതാണ് എന്റെ റിവ്യൂ ഓഫ് ഫ്യൂരിയോസ മാഡ് മാക്സ് സാഗ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.